മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വാണ്ടഡ്. നമ്മൾ സംവദിക്കുന്നത് വിഴിഞ്ഞം തുറമുഖവും കെ രാഗേഷും തമ്മിൽ, അതായത് CPM-ൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ഇപ്പോൾ പ്രവർത്തിക്കുന്ന കെ രാഗേഷും തമ്മിൽ എന്താണ് ബന്ധം? അഥവാ ഇതിനു മുമ്പ് വിഴിഞ്ഞം പോർട്ടിൻ്റെ MD ആയിരുന്ന ദിവ്യ എസ് അയ്യരുമായിട്ട്, IAS ഉദ്യോഗസ്ഥരുമായിട്ട് എന്ത് ബന്ധം? അതിൻ്റെ വ്യക്തിപരമായ ബന്ധങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യം നമുക്കില്ല, അത് അപ്രസക്തവുമാണ്. പക്ഷേ കവചകുണ്ടലം തീർത്ത ദിവ്യ എസ് അയ്യർക്ക് രാഗേഷ് കവചകുണ്ടലം തീർത്തോ, രാജേഷിന് ദിവ്യ എസ് അയ്യർ കവചകുണ്ടലം തീർത്തോ എന്നുള്ളത് മാത്രമാണ് ചിന്തനീയമായിട്ടുള്ള കാര്യം. എന്തായാലും കവചകുണ്ടലവുമായിട്ട് നിന്നു എന്ന് പറയുന്നത് ദിവ്യ എസ് അയ്യരാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ വിഴിഞ്ഞത്തെ മുൻനിർത്തിയാണ്, ചാരിയാണ് കണ്ണൂരിലെ നേതാക്കന്മാരെല്ലാം P ജയരാജൻ ഒഴിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. കെ രാഗേഷ് അപക്വമായി പെരുമാറി എന്നൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ കെ രാഗേഷ് എന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്താണ്. ഞങ്ങൾ SFI രംഗത്ത് ഒരുമിച്ചുണ്ടായിരുന്നു, സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഒരുമിച്ചുണ്ടായിരുന്ന ആളാണ്. അതിലുപരി കേരള ലോ അക്കാഡമി ലോ കോളേജിൽ നാരായണൻ നായരുടെ ലോ അക്കാഡമിയിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ ഒരു ബെഞ്ചിൽ പഠിച്ചവരാണ്. പിന്നീട് ലോ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി, ഞാൻ പോയി അവിടെ രാഗേഷ് തുടരുകയും പിന്നെ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റൊക്കെ ആവുകയൊക്കെ ചെയ്തു. നമ്മൾ ഓരോ സുഹൃത്തുക്കളെയും വിലയിരുത്തുന്ന പോലെ അന്ന് അദ്ദേഹത്തെയും വിലയിരുത്തിയിരുന്നു, അദ്ദേഹം എന്നെയും വിലയിരുത്തിയിട്ടുണ്ടാവണം. എന്തായാലും പ്രത്യേകിച്ച് ബൗദ്ധിക ഉന്നതിയൊന്നും ഉള്ള ഒരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള, അന്തർമുഖനായിട്ടുള്ള മനുഷ്യനാണ് ഈ കവചകുണ്ടലം തീർത്തു നിന്നു എന്ന് പറയുന്നത്. അത് നോക്കട്ടെ, വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ പോകുന്നില്ല. ആളിനെക്കുറിച്ച് അറിയാമെന്നുള്ളത് കൊണ്ട് ഇത്രയും പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ബ്രാഞ്ച് സെക്രട്ടറി പോലും ആകാതെ, ഒരു ലോക്കൽ സെക്രട്ടറി പോലും ആകാതെ, ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പർ പോലും ആകാതെ, ഒരു ഏരിയ കമ്മിറ്റി മെമ്പർ പോലും ആകാതെ, ഏരിയ സെക്രട്ടറി പോലും ആകാതെ നേരിട്ട് ജില്ലാ കമ്മിറ്റിയിലെത്തുകയും പിന്നെ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായൊക്കെ പോയതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലെത്തുകയും അദ്ദേഹം ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമാണ്. ഇന്ത്യയിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ CPIM-ൻ്റെ ഏറ്റവും വലിയ യൂണിറ്റായിട്ടുള്ള കണ്ണൂർ എന്ന് അവരവകാശപ്പെടുന്ന, കണ്ണൂർക്കാരുടെ അവകാശവാദം അങ്ങനെയാണ്, കണ്ണൂർ യൂണിറ്റാണ് ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കൊല്ലമാണ്. എന്നാൽ ഈ കണ്ണൂരിൽ 10-13 സീറ്റുള്ളതിൽ 5-6 എണ്ണം ഇപ്പോൾ UDF ജയിച്ചിരിക്കുകയാണ്. പണ്ടും അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ കൊല്ലം ജില്ലയിൽ നോക്കിയാൽ ഒന്നിൽ പരിപൂർണമായിട്ട്, അല്ലെങ്കിൽ 1-2-3 സീറ്റ് മാത്രമാണ് UDFനും എല്ലാ കാലത്തും പോയിട്ടുള്ളത്. ഭരണത്തിൽ വന്നാലും പ്രതിപക്ഷത്ത് വന്നാലും പോയിട്ടുള്ളൂ. ഇപ്പോൾ ശക്തമായ ബഹുജനാടിത്തറയുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് കൊല്ലമാണ്. അപ്പോൾ അതല്ല ഇവിടെ വിഷയം എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഈ കെ രാഗേഷ് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സതീശൻ സർക്കാർ എടുത്തിരിക്കുന്ന നിലപാടിനെ സംബന്ധിച്ചും പിണറായി വിജയനും MV ഗോവിന്ദനും കെ രാഗേഷിനും മാത്രമാണ് ഒരേ അഭിപ്രായമുള്ളത്. ബാക്കിയുള്ളവരെല്ലാം ഏതാണ്ട് P ജയരാജൻ ഒഴിച്ച് ഇക്കാര്യത്തിൽ P ജയരാജൻ പറഞ്ഞിട്ടില്ല. പക്ഷേ P ജയരാജൻ ഈ വൃന്ദത്തിനെതിരാണ്, വിജയ ഗോവിന്ദ രാഗേഷ് വൃന്ദത്തിനെതിരാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. എന്തായാലും ഈ കാര്യത്തിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുമില്ല. ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞിട്ടുണ്ട്. P ജയരാജൻ പറഞ്ഞു, PK ശ്രീമതി പറഞ്ഞു, KK ശൈലജ പറഞ്ഞു, MV ജയരാജനും അവസാനം പറഞ്ഞു. നേരിട്ട് വിഴിഞ്ഞം വിഷയമായിട്ടല്ലെങ്കിൽ പോലും പാർട്ടിയിൽ നിന്ന് പോയവരെ തിരിച്ചെടുക്കുന്നതിലൂടെ, അതായത് സംസ്ഥാന നേതൃത്വത്തിനെതിരായിട്ട്, പിണറായി വിജയനെതിരായിട്ട് തന്നെ അഭിപ്രായം പറഞ്ഞു. യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, അവിടെ സീനിയറായിട്ടുള്ള ഈ TK ഗോവിന്ദൻ മാസ്റ്റർ, അദ്ദേഹത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആക്കാൻ പറ്റുന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ അതിൻ്റെ നേതൃപാടവം കൊണ്ട് സീനിയറായിട്ടുള്ള ആളാണ്
ടി കെ ഗോവിന്ദൻ മാസ്റ്റർ തളിപ്പറമ്പിൽ നിന്ന് ഇപ്പോൾ മത്സരിച്ച ടി കെ ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി ആക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ജെയിംസ് മാത്യുവിനെ ആക്കേണ്ടതായിരുന്നു. അതല്ലെങ്കിൽ എത്രയോ പേര് അവിടുന്ന് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ആളുകളുണ്ട്. CKP പത്മനാഭൻ്റെ അടുത്ത് സംഘടനാ ബോധം ഓതാൻ പോകുന്ന ആളായിട്ടാണ് ഇപ്പോൾ ഈ KK രാഗേഷ് എന്ന് പറയുന്ന ഒരു ഇൻട്രോവേർട്ട്, മന്ദബുദ്ധി എന്നൊക്കെയാണ് അദ്ദേഹത്തെ പറയേണ്ടതെങ്കിൽ പോലും ഒരു ഇൻട്രോവേർട്ട്, ഞാൻ അത്രേ ഇപ്പം പറയുന്നുള്ളൂ. മറ്റേത് തോന്നിപ്പിക്കുന്ന ഇമാജിനേഷനാണെന്ന് വേണേൽ പറയാം. ഈ ഇൻട്രോവേർട്ട് അന്തർമുഖനായിട്ടുള്ള മനുഷ്യൻ CKP പത്മനാഭനെയും ജെയിംസ് മാത്യുവിനെയും SFI തരവും സംഘടനാ തരവും പഠിപ്പിക്കാൻ ഇറങ്ങിച്ചെന്നിരിക്കുകയാണ്. ടി കെ ഗോവിന്ദൻ മാസ്റ്റർക്കും മുതലുള്ള ഇങ്ങോട്ടുള്ള ആളുകൾക്ക് ദഹിക്കാതെ വന്നത് അവിടെയാണ്. അപ്പം KK രാഗേഷ് കവചകുണ്ടലം തീർത്തത് ആർക്ക് വേണ്ടി? പ്രസക്തമായ ചോദ്യമാണ്. അത് പിണറായി വിജയന് വേണ്ടിയാണ്. അത് പിണറായി വിജയന് വേണ്ടിയാണ് എന്നുള്ളത് കൊണ്ടാണ് MV ഗോവിന്ദൻ അതിനെ ന്യായീകരിക്കുന്നത്. അത് പിണറായി വിജയൻ ആയതുകൊണ്ട് കൊണ്ട് മാത്രമാണ് EP ജയരാജനും PK ശ്രീമതിയും KK ശൈലജയും ഒക്കെ അതിനെ എതിർത്ത് രംഗത്ത് വന്നിട്ടുള്ളത്. ഇപ്പോൾ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയൊക്കെ നടന്നു. നേതൃമാറ്റമില്ല, ആഴത്തിൽ പഠിക്കും, കാരണങ്ങൾ ആഴത്തിൽ പഠിച്ച് കാര്യം കണ്ടെത്തും എന്നാണ് പറയുന്നത്. ആഴത്തിൽ പഠിക്കാതെ തന്നെ കാര്യം കണ്ടെത്താവുന്നതാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ജനങ്ങൾ അതിനനുസരിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ UDF സർക്കാർ അധികാരത്തിൽ വന്നത് എല്ലാവരും പറയുന്നത് പോലെ ഏതാണ്ട് UDFൻ്റെ പ്രകടമായ വിജയം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന ത്യാഗം കണ്ടിട്ട് ജനങ്ങൾ വോട്ട് ചെയ്തു എന്നുള്ളതല്ല. ഈ മാറണമെങ്കിലും എങ്ങനെങ്കിലും ഇറങ്ങിപ്പോകണം, ഈ കാരണഭൂതൻ ഇറങ്ങിപ്പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണികൾ അണിനിരന്നുകൊണ്ടാണ് ഈ പുതിയ ഭരണം കൊണ്ടുവന്നിട്ടുള്ളതെന്ന് അവർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. എന്തായാലും നമ്മുടെ വിഷയം എന്ന് പറയുന്നത് എന്താണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് KK രാഗേഷ് തീർത്ത കവചകുണ്ടലം. ഇതൊന്നുകിൽ രാഗേഷ് പറയണം, അല്ലെങ്കിൽ ദിവ്യ എസ് അയ്യർ പറയണം എന്നുള്ളതാണ് സത്യം. പിണറായി വിജയൻ അറിയാം, കാരണം അദ്ദേഹം നേരിട്ടാണ് അത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ CPMനകത്ത് ഇങ്ങനെ കത്തിപ്പടരുകയാണ്. ഒരു ജീർണിച്ച, ഒരു ചിതൽപുറ്റായി മാത്രം അവശേഷിക്കുന്ന അവസ്ഥയിലേക്ക് പാർട്ടിയെ കൊണ്ടെത്തിക്കുന്ന ഈ കാരണഭൂതനും അനുയായി വൃന്ദങ്ങളും ഒറ്റപ്പെട്ടില്ലെങ്കിൽ ഈ പാർട്ടി നേരിടാനിരിക്കുന്നത് വലിയ ഒരു ശോഷണമാണ് എന്നുള്ള കാര്യത്തിൽ ഞാനായി പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ KK രാഗേഷും ദിവ്യ എസ് നായരും തമ്മിലുള്ള ബന്ധമെന്ത്? ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് വിഴിഞ്ഞം തുറമുഖത്തിന് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ഇത് അന്വേഷണ വിധേയമാക്കേണ്ട കാര്യമാണ്. അത് CPM അന്വേഷണ വിധേയമാക്കണമെന്നാണ് ആ പാർട്ടിയെ ഇപ്പോഴും മനസ്സിൽ ഇടനെഞ്ചിൽ സ്നേഹിക്കുന്നൊരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഗവൺമെൻറ് തലത്തിലും മറ്റ് നീതിന്യായ വ്യവസ്ഥയിൽ അന്വേഷിക്കുന്നതിന് പകരം ഇന്നിപ്പോൾ വിവാദമായിരിക്കുന്നതുകൊണ്ട് പറയുകയാണ്, എന്താണ് ബന്ധം KK രാഗേഷും ദിവ്യ എസ് അയ്യരും വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഈ വിഷയം സാഗൂതം ജനമനസ്സുകളിലേക്ക് പങ്കുവച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. മോസ്റ്റ് വാണ്ടഡ്.